കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. അതേക്കുറിച്ച് പൊതുജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതും കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്ന്. ഒരു നിരാശ ഉള്ളൊരു ബഡ്ജറ്റാണ്. കാരണം പിണറായി സർക്കാരിൻ്റെ പല ജനക്ഷേമ പദ്ധതികളും ഒന്നും പുനരാരംഭിച്ചിട്ടുമില്ല, ഉള്ളത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ആകെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിട്ടുള്ള KSRTC പദ്ധതി മാത്രമേ, അതും ലിമിറ്റഡായിട്ട് കുറച്ച് ബസ്സുകളിൽ മാത്രം. എന്തായാലും 10 കൊല്ലത്തെ ഭരണത്തിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് വി.ഡി. സതീശൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹം ഭരണത്തിൽ വന്ന കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് ഏറ്റവും ചുരുങ്ങിയത് 15 വർഷം ഭരിക്കാനുള്ള കാഴ്ചപ്പാടിലേക്ക് വേണം കോൺഗ്രസ് പദ്ധതികളെയും ആസൂത്രണം ചെയ്യാൻ. കാരണം 10 കൊല്ലം LDF തുടർച്ച ഭരിച്ചിട്ടുണ്ടെങ്കിൽ 15 കൊല്ലം കോൺഗ്രസ് തുടർച്ച ഭരിക്കാനുള്ള ആ ദീർഘവീക്ഷണത്തിലൂടെ വേണം കോൺഗ്രസിൻ്റെ നേതാക്കളും അണികളും പ്രവർത്തിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാനെന്താ പറയുന്നത് അറിയാമോ, 10 വർഷത്തെ കേരളത്തിലെ ഭരണം ജനങ്ങൾ വിലയിരുത്തുന്നത് പോലെ തന്നെ UDF വിലയിരുത്തുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിന് വിരുദ്ധമായ നിലപാടിലേക്ക് വരാതെ കോൺഗ്രസ്സിന് നിലനിൽപ്പുണ്ടാവില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവരെക്കാളും വ്യത്യസ്തമായിട്ടാണ് വിജയ് വന്നത്. അതായത് ഇത്തവണ ഇന്ന് വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റ് പോസിറ്റീവ് ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് അത് പോസിറ്റീവായി മാറിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഗുണമുള്ളൂ, കോൺഗ്രസിനും ഗുണമുള്ളൂ. അവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഓരോ ഭരണവും വരുമ്പം അത് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഇതിനോടും എനിക്കങ്ങനെ ഇൻട്രസ്റ്റ് അല്ല. എല്ലാ ആളുകളെയും ഒരുപാട് ആളുകൾ ഓരോ തരത്തിലൂടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അതെ എന്തായാലും ഓരോ ഭരണം നമ്മൾ വിശ്വസിച്ച് ഓരോ ആളുകളെയും നമ്മൾ ആ ഒരു ഇത് ഏൽപ്പിക്കുമ്പം, ഇപ്പോൾ 10 വർഷം ഒരു ആൾ ഭരിച്ചു, അത് കഴിഞ്ഞ് അടുത്തൊരു ഇത് വരുമ്പോഴും നമ്മളെന്താ നോക്കണത്, ഓക്കെ അതില്ലെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അത് കാണാണ്ടാകുമ്പോൾ വീണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ ഐ ഡോണ്ട് നോ. പുതിയ പദ്ധതികൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ പോർട്ട് സിറ്റി ആക്കുക എന്നുള്ള കാര്യം, മെട്രോ എന്നുള്ള കാര്യം, അങ്ങനെ കുറേ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ നല്ല നൂതനമായ പദ്ധതികൾ അത് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഇത്തരത്തിൽ നിന്നൊക്കെയുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു ആശങ്കയാണ് ഉള്ളത്. എന്നാലും വളരെ പ്രതീക്ഷ തരുന്നൊരു ബജറ്റാണ്. ഇപ്പോൾ കിഫ്ബിൻ്റെ കാര്യമൊക്കെ ക്യാൻസൽ അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എന്താവും എന്നുള്ള വരുമാനം കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് പുതിയ പദ്ധതികൾ അത് പ്രതീക്ഷ തരുന്നതാണ്. ഒരു പൊതു യുഗത്തിൻ്റെ മുന്നോടിയായിട്ട് നല്ല ഓഫറൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അത് പറഞ്ഞ മാതിരി തന്നെ നടക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും. സാമ്പത്തികത്തിന് ഇവർ കണ്ടിട്ടുണ്ട്, അതിൻ്റേതായ രീതിയിൽ അതിന് പ്രവർത്തിക്കും. ഇപ്പോൾ തുടക്കമല്ലേ, ഇനി ടൈമുണ്ട്, ആ ടൈമിലെല്ലാം ലീഡാവും. വളരെ വിഷനുള്ളൊരു ബജറ്റാണ് ഇതിൽ കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള ലൈറ്റ് ഇത് കിട്ടാൻ പോകും, മെട്രോ കിട്ടാൻ പോകും. അത് വലിയൊരു കിട്ടാൻ നമുക്ക് ദീർഘകാലമായിട്ടുള്ളൊരു നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. അത് വേറെ തന്നെ വലിയ കാര്യമാണ്. പിന്നെ വികസനം എന്തായാലും വരുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വി.ഡി. സതീശൻ്റെ വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ജനകീയ സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ പേരിലുള്ള ആ ഇൻഷുറൊക്കെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിലയിരുത്തിയ പൈസയൊക്കെ കുറച്ച് കുറവാണെങ്കിലും ഭാവിയിലൊക്കെ പരിഹരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഉപകാരപ്പെട്ട ഒരു ബഡ്ജറ്റായിട്ടാണ് കാണുന്നത്. അതിൽ ജനങ്ങൾ സന്തോഷവാനാണെന്നുള്ളത് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ് അത്. ബാക്കിയുള്ളത് അത് ഈ പറഞ്ഞതെല്ലാം നടപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു കാര്യമായിരിക്കും. സാധാരണക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് അത് ശമ്പളമായിട്ട് ഇനിയും വരെ കിട്ടുന്നുണ്ട്. അല്ലേ, സാധാരണക്കാർ അന്നാന്ന് ജീവിക്കാനുള്ള കഴിവിനെ പറ്റിയിട്ട് അവർക്ക് വരുമാനമില്ല. അവരുടെ വരുമാനം കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അതാണ് സർക്കാർ കാണുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനൊരു കച്ചവടക്കാരനാണ്. അപ്പോൾ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലങ്ങളായിട്ട് വന്നിട്ടുള്ള ബജറ്റുകളിൽ പ്രത്യേകിച്ച് ഒരു ഗുണം ഉള്ള യാതൊരു വിധത്തിലുള്ള ഒരു അവസരങ്ങളും തന്നിട്ടില്ല. അപ്പോൾ അതിനെ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ ഒരു ബജറ്റ് പ്രത്യേകിച്ച് യുവാക്കൾക്കും സംരംഭകർക്കും വേണ്ട ഫെസിലിറ്റീസ് അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
അത് സാധാരണഗതിയിൽ ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കച്ചവടക്കാർ വന്നിട്ട് അവർ പൂട്ടിപ്പോകുന്ന അവസ്ഥ, അവിടെ പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ബഡ്ജറ്റ് എന്താ വെച്ചാൽ നല്ല കാര്യവും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഉപകാരമാണ്. ഇപ്പോൾ പൊതുവെ ഒരു ക്ഷീണമാണ് ഇപ്പോൾ പൊതുവെ കാരണം മാറിയതിനെ കൊണ്ട്. അപ്പോൾ ഒന്ന് ലെവലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മെച്ചാണ്. അപ്പോൾ നമ്മളെ കച്ചവടം തന്നെ ഇപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ടാണ് പോണത് പൊതുവെ. ബജറ്റ് കണ്ടോ എങ്ങനെയാണ്? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഇല്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് റാത്തായി. വി ഡി സതീശൻ്റെ ബജറ്റ് അവതരണത്തെയും ബജറ്റ് പ്രഖ്യാപനങ്ങളെയും പലരും പോസിറ്റീവായി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. എന്നാൽ ഇത് കേവലം വാഗ്ദാനങ്ങളോ പ്രഖ്യാപനങ്ങളോ മാത്രമായി പോകാതെ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുകൂടി ചോദിക്കുന്നവർ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇതിനുള്ള സാമ്പത്തികം എങ്ങനെയായിരിക്കും UDF സർക്കാർ കണ്ടെത്തുക? അതിനുള്ള ഉത്തരം നൽകേണ്ടത് സർക്കാർ തന്നെയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.